അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ. ഓപ്ഷൻസ്: റംല റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ. ചരിത്രം: ഹഫ്സ റളിയല്ലാഹു അൻഹ. 2. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഏക സ്വഹാബി. ഓപ്ഷൻസ്: സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചരിത്രം: സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ വഫാത്തായി. ഓപ്ഷൻസ്: പിതാവ്, പിതാമഹൻ, മാതാവ്. ചരിത്രം: മാതാവ്. 4. ധർമ്മസമരത്തിന് അല്ലാഹു തആല അനുവാദം നൽകിയ വർഷം. ഓപ്ഷൻസ്: ഹിജ്റ 6, ഹിജ്റ 4, ഹിജ്റ 2. ചരിത്രം: ഹിജ്റ 2. 5. ഹിജ്റ 13-ാം വർഷം അധികാരമേറ്റ ഖലീഫ. ഓപ്ഷൻസ്: ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചരിത്രം: ഉമർ റളിയല്ലാഹു അൻഹു. 6. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ്: 40, 25, 35. ചരിത്രം: 25. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹദി. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക. 9. ഹിജ്റ 4-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത മഹദി. 10. നജ്ജാഷി രാജാവ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത മഹദി. 11. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം ചെയ്ത മഹദി. ഇപ്പുറത്ത് നോക്കൂ. എ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ബി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, സി. സൗദ റളിയല്ലാഹു അൻഹ, ഡി. ആയിഷ റളിയല്ലാഹു അൻഹ, ഇ. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹദി. ചരിത്രം: ഇ. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക. ചരിത്രം: ഡി. ആയിഷ റളിയല്ലാഹു അൻഹ. 9. ഹിജ്റ 4-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത മഹദി. ചരിത്രം: ബി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. 10. നജ്ജാഷി രാജാവ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത മഹദി. ചരിത്രം: എ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. 11. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം ചെയ്ത മഹദി. ചരിത്രം: സി. സൗദ റളിയല്ലാഹു അൻഹ. EDB-AC. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് മുൻകാല ഡാഷ് സന്തോഷവാർത്ത അറിയിച്ചിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പ്രവാചകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് മുൻകാല പ്രവാചകർ സന്തോഷവാർത്ത അറിയിച്ചിരുന്നു. 13. ശത്രുക്കൾ ഡാഷിനെ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഡാഷ് ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി. 15. ഹിജ്റ ഡാഷിലാണ് അലി റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 35. ഹിജ്റ 35-ലാണ് അലി റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തത്. 16. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും
ഡാഷിൽ ഉദാത്ത മാതൃകയുണ്ട്. അവരിൽ പൂരിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. 17. സാസാനിയ ഭരണകൂടത്തിൻ്റെ ശക്തി ക്ഷയിച്ചത് ഡാഷിൻ്റെ ഭരണകാലത്തായിരുന്നു. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സാസാനിയ ഭരണകൂടത്തിൻ്റെ ശക്തി ക്ഷയിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തായിരുന്നു. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഗസ്വത്തുകൾ എത്ര? ഉത്തരം 27. 19. സ്വഹാബികളിലെ അനുഗ്രഹീത കവികളിൽ ഒരാൾ? ഉത്തരം ഹസ്സാൻ റളിയല്ലാഹു അൻഹു. 20. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ഹിജ്റ വർഷം? ഉത്തരം ഹിജ്റ 23. 21. ഹിബ്ബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ പ്രസിദ്ധനായ സ്വഹാബി? ഉത്തരം ഉസൈദ് റളിയല്ലാഹു അൻഹു. 22. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹാലോചനയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. ആരെ? ഉത്തരം നഫീസത്ത് ബിന്തു മുനബ്ബിഹ്. 23. പുരാതന അറേബ്യയിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്ന്? ഉത്തരം ഉഖാൽ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു. 25. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിജ്ഞാനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഇവരിൽ നിന്ന് പഠിച്ചുകൊള്ളുക. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം ജീവകാരുണ്യം, വിധവാ സംരക്ഷണം, പ്രബോധനം സുഗമമാക്കൽ, രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ കാരണങ്ങൾ. 27. മാ ളല്ല സ്വാഹിബുക്കും വമാ ഗവാ. സാരം എഴുതുക. ഉത്തരം നിങ്ങളുടെ നബി വഴി പിഴക്കുകയോ തെറ്റുകാരനാവുകയോ ചെയ്തിട്ടില്ല. 28. ജിഹാദിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ 2 എഴുതുക. ഉത്തരം 1. ശത്രുക്കളെ പ്രതിരോധിക്കുക. 2. കുഴപ്പമില്ലാതാക്കുക. 29. പ്രലോഭനവുമായി വന്ന് ഉത്ബയുടെ സംസാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി എന്ത്? ഉത്തരം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ. 30. കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ. ഇത് ആര് എപ്പോൾ പറഞ്ഞതാണ്? അപ്പം നോക്കൂ, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപായം സംഭവിച്ചു എന്ന വാർത്ത കേട്ട് ഓടിയെത്തിയ ഒരു അൻസാരി വനിതയോട് അവളുടെ ഭർത്താവും പിതാവും സഹോദരനും കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ആളുകൾ അറിയിച്ചു. എന്നാൽ അവർ അതൊന്നും ശ്രദ്ധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിക്കുകയും തങ്ങളെ നേരിട്ട് കാണുകയും ചെയ്ത സന്ദർഭത്തിൽ അവർ പറഞ്ഞ വാക്കുകളാണിത്. 31. ഒന്നാം ഖലീഫ ഭരണമേറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഉത്തരം കള്ളപ്രവാചകത്വവാദികൾ രംഗത്ത് വന്നു. മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ശഠിച്ചു. ആഭ്യന്തര കലാപം കൊണ്ട് അയൽ രാജ്യങ്ങൾ ആക്രമണം നടത്താനൊരുങ്ങി. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. അപ്പം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി. അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, സത്യം പറയുക, കുടുംബബന്ധം ചേർക്കുക, തിന്മകൾ വർജിക്കുക. അവിടുന്ന് ആഹ്വാനം ചെയ്തു. ആദ്യം രഹസ്യമായി പ്രബോധനം നടത്തി, പിന്നീട് അത് പരസ്യമാക്കി. അതോടെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ ഇതൊന്നും വിശ്വാസികളെ സത്യത്തിൽ നിന്ന് അകറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തളർത്തിയതുമില്ല. ഈ സന്ദർഭത്തിൽ അവർ പ്രലോഭനത്തിന് മുതിർന്നു. മുശ്രിക്കുകളുടെ തീരുമാനമനുസരിച്ച് ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ പ്രലോഭനങ്ങൾക്കും വഴങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടർന്നു. ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ ഖുറൈശികൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബിനെ സമീപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു. ഇക്കാര്യം അറിയിച്ച അബൂ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊണ്ടയിടറി പറഞ്ഞു, അവർ എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്ന് ഇക്കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാനിത് ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ അല്ലാഹു തആല അത് വിജയിപ്പിക്കും, അല്ലെങ്കിൽ ഈ മാർഗത്തിൽ ഞാൻ മരിക്കും. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, മോനെ, നീ ഉദ്ദേശിച്ചത് പ്രബോധനം ചെയ്തോളൂ, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. 33. ഖുലഫാ റാഷിദൂനയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിലുണ്ടായ നേട്ടങ്ങൾ. 33. ഖുലഫാ റാഷിദൂനയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ. അപ്പം നോക്കൂ. 1. രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ച് നേതൃസ്ഥാനത്ത് അമീറുമാരെ നിയമിച്ചു. 2. വിശുദ്ധ ഖുർആൻ മുസഫ് രൂപത്തിലാക്കി. 3. ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി. 4. ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം ആശ്ലേഷിച്ചു. ഇസ്ലാമിൻ്റെ ഉദാത്തമായ ആദർശങ്ങളും മുസ്ലിങ്ങളുടെ മാതൃകാ ജീവിതവുമാണ് ഇതിന് സഹായിച്ചത്. 5. മികച്ച ഭരണത്തിൻ്റെ ഉന്നതമായ മാതൃക ലോകത്തിന് ലഭിച്ചു. ഇന്നും ലോകം ആ മാതൃകയെ പുകഴ്ത്തി പറയുന്നു. 6. മുസ്ലിങ്ങൾക്കും രാഷ്ട്രത്തിലെ പൗരന്മാർ എന്ന നിലയിൽ അവകാശങ്ങൾ ലഭിച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്തും മുസ്ലിങ്ങളിൽ നിന്ന് നികുതിയായ ജിസിയയും പിരിച്ചെടുത്തു. 7. വിഷമം അനുഭവിക്കുന്നവർക്ക് പൊതുഖജനാവിൽ നിന്ന് ധനസഹായം നൽകി. 8. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനാൽ അഴിമതി, തിന്മ എന്നിവയിൽ നിന്ന് രാജ്യം മുക്തമാക്കി. 9. കോടതികൾ സ്ഥാപിച്ച് ഖാലിമാരെ നിയമിക്കുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും ചെയ്തു. 10. അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പാക്കി. കൂടിയാലോചനയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഖലീഫയെ പോലും വിമർശിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. 11. റമളാനിലെ പ്രത്യേക നിസ്കാരമായ 20 റക്അത്ത് തറാവീഹ് ഒറ്റ ഇമാമിൻ്റെ കീഴിൽ പതിവാക്കി. 12. ജുമയ്ക്ക് 2 അസാനുകൾ ഏർപ്പെടുത്തി. 13. മസ്ജിദുകളിൽ ഇമാമുമാരെയും മുഅദ്ദിനുകളെയും മദ്രസകളിൽ ഉസ്താദുമാരെയും നിയമിച്ച് ശമ്പളം നൽകി. 14. ജനങ്ങളുടെ ധാർമ്മിക ജീവിതം കുറ്റമറ്റതാക്കി. വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം അർഹമായ ശിക്ഷ നടപ്പാക്കുകയും ധാർമ്മിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്തതിലൂടെയാണ് ഇത് സാധ്യമായത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.